നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ട്രിവാൻഡ്രം സ്റ്റൈലിലുള്ള നല്ലൊരു ചൂര അച്ചാറാണ്. ഈ അച്ചാറിൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് എൻ്റെ ചിറ്റപ്പൻ വിക്രം സാറാഭായ് സ്പേസ് സെൻറ്റർ തുമ്പ, അവിടുത്തെ കുക്കായിരുന്നു. ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. പേര് എസ് സെബാസ്റ്റ്യൻ എന്നാണ്. ചിറ്റപ്പൻ ചെയ്യുന്നതൊക്കെ ഞാൻ പോയി നോക്കി നിൽക്കാറുണ്ട്. വീട്ടിലെ ഫംഗ്ഷനും പാർട്ടിക്കും ഒക്കെ പോകുന്ന സമയങ്ങളിലും ഞാൻ ആ ചെയ്യുന്ന കുക്കൊക്കെ നോക്കി നിൽക്കാറുണ്ട്. എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്. തീർച്ചയായും ഈ അച്ചാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയും ചെയ്യണം. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. മീൻ അച്ചാറിന് വേണ്ട ചേരുവകൾ 3/4 കിലോ മീനാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളം തോരാൻ വേണ്ടി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂണിൽ പകുതി കായം. ഇത് 50 ഗ്രാം വിനിഗറാണ്. ഇത് ഞാൻ തിളപ്പിച്ച് ആറ്റി വെച്ചിരിക്കുന്നതാണ്. ഞാൻ ഇവിടെ വെച്ചിരിക്കുന്ന എല്ലാ ചേരുവകളും ഇതിൽ ചേർക്കുകയാണ്. അതിനുശേഷം ഞാൻ കുറച്ച് വിനിഗർ ഇതിൽ ഒഴിക്കുകയാണ്. ഞാൻ ഈ മീനിൽ നമ്മുടെ ചേരുവകളെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നല്ലെണ്ണയിൽ ഞാൻ ഫ്രൈ ചെയ്ത് എടുക്കും. റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മീൻ ഞാൻ നല്ലെണ്ണയിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അച്ചാറിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം. 3 തണ്ട് കറിവേപ്പില, 2 വറ്റൽമുളക്, 6 ഗ്രീൻ ചില്ലി, 12 വെളുത്തുള്ളി, ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ ഇഞ്ചി. 200 ml നല്ലെണ്ണയാണ്. 4 ടീസ്പൂൺ മുളക് പൊടി, അതിൽ 3 ടീസ്പൂൺ കാശ്മീരി മുളകും 1 ടീസ്പൂൺ എരിവുള്ള മുളകുമാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, ശകലം കടുക് പൊടിച്ചത്, കുറച്ച് കായപ്പൊടി. നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് അരപ്പ് വരുത്താൻ നേരത്ത് ഞാൻ വിനിഗർ തിളപ്പിച്ചിരുന്നു. അതിൻ്റെ ബാക്കിയാണ്. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 100 ml നല്ലെണ്ണ ഒഴിക്കുകയാണ്. നമുക്ക് ആവശ്യമായാൽ പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ടിട്ടുണ്ട്. പച്ചമുളക് ഇടുകയാണ്. കടുകിട്ടതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വറ്റൽമുളക് ഇട്ട് വഴച്ച് ഇതിൽ ഞാനൊരു 3 തണ്ട് കറിവേപ്പില ഇടുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും നല്ല ചുമന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ഈ പൊടികൾ ചേർക്കുന്ന സമയം നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് വേണം പൊടികൾ ചേർക്കാൻ. ഫ്ലെയിം ഓൺ ആക്കുകയാണ്. പൊടികളുടെയൊക്കെ പച്ചമണം മാറി നമ്മൾ ചുമന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഞാൻ ചേർക്കുകയാണ്.
ഇതിലേക്ക് ഞാൻ കുറച്ച് തിളപ്പിച്ച് ആറ്റിയ വിനീഗർ ഒഴിക്കുകയാണ്. കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. നമ്മുടെ മീനിൽ മസാലയെല്ലാം പിടിച്ച് അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റിൽ ഒരു ശകലം കടുക് പൊടിച്ചതും കൂടെ ഇതിൽ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അച്ചാർ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. എരിവും പുളിയും ഉപ്പും എല്ലാം ശരിയാണ്. ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒരു ചില്ല് കുപ്പിയിലിട്ട് വെക്കുക. എത്ര നാൾ വേണമെങ്കിലും ഇത് ചീത്തയാകാതെ ഇരിക്കും. കാരണം ഇത് നമ്മൾ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കിയത്. നമ്മുടെ മക്കളോ ഭർത്താവോ വെളി രാജ്യങ്ങളാണെങ്കിൽ നമുക്ക് തീർച്ചയായും അവർക്ക് കൊടുത്തയക്കാം. കേടുകൂടാതെ എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് വെച്ചിരുന്ന് ഉപയോഗിക്കാം.